നമസ്കാരം. പ്രീത സീസണൽ ഗാർഡൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പാഴ്വസ്തുക്കളെ കളയുന്ന നമുക്ക് ചുറ്റുമുള്ള ജൈവവസ്തുക്കൾ എങ്ങനെയാണ് ഗുണമേന്മയുള്ള കമ്പോസ്റ്റ് അതിൻ്റെ എല്ലാ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്ന ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും അടങ്ങിയിരിക്കും. അതെങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തോ ആവശ്യത്തിന് വാങ്ങിച്ച നെറ്റാണ്, കുറച്ച് അധികം വന്നാണ്. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ ഒരു ബക്കറ്റ് ഇതൊരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ കെട്ടി ടൈയൊക്കെ കെട്ടി ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇതിനകത്തോട്ടാണ് നമുക്ക് ഈ പാഴ്വസ്തുക്കളെല്ലാം കൊണ്ടുപോകാം. കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ 2-3 മാസം ആകുമ്പോഴത്തേക്ക് ഗുണമേന്മയുള്ള നിറച്ച് കമ്പോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഇതിന് വേണ്ടി ചെയ്യേണ്ടത് നമുക്ക് കാണിക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് ലൈനായിട്ട് ഇങ്ങനൊരു പ്ലാസ്റ്റിക് വെച്ച് എന്തല്ലോ നെറ്റ് ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക, നനയാതെ വെക്കണം. നനഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഗുണമെല്ലാം കുറച്ചൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് നനയാതെ വേണം വെക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കി ഭാഗം നമുക്ക് കാണാം. വീട്ടുമുറ്റത്തിന് മാറ്റി അയ്യത്തോട്ട് വെച്ച് വേണം നമുക്ക് ചെയ്യാൻ. അപ്പം ഏതെങ്കിലും മരത്തിൻ്റെ ചുട്ടി വെക്കുവാണെങ്കിൽ പൊഴിഞ്ഞ് വീഴുന്ന വേസ്റ്റ് എല്ലാം അങ്ങനെ പൊഴിഞ്ഞുണ്ട് നമ്മൾ ഉണ്ടാകുന്ന കമ്പോസ്റ്റ് എല്ലാം ആ മരത്തിന് വലിച്ചെടുക്കാം. ബാക്കി നമുക്ക് മറ്റ് ചെടികൾക്ക് ഉപയോഗിക്കാം. ആദ്യമായിട്ട് ഞാൻ മിറ്റം തൂത്തപ്പോൾ കിട്ടിയ കുറച്ച് കരിയില വാരി വെച്ച് അതാണ് ഇടുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് ഇടുന്ന കരിയിലയും നല്ല കുറച്ച് ഓലയുടെ ഉണങ്ങിയ ഇലയും എല്ലാം കൂടെയാണ് ഇട്ടേക്കുന്നത്. ആദ്യം വേണം കരിയിൽ വേണം ഇടാൻ. അടുത്തായിട്ട് നമ്മുടെ വീട്ടിലുള്ള എന്ത് പാഴ്വസ്തു വേണം ഇടാം. ഇന്നിപ്പോൾ ഞാൻ ഇടുന്നത് നമ്മുടെ ചക്ക ചെത്തി എൻ്റെ ചവണി തന്നെ എൻ്റെ മടലും ഒക്കെയാണ്. പക്ഷേ നമ്മളിതൊക്കെ വെറുതെ അയ്യത്തോണ്ട് കളയത്തേ ഉള്ളൂ. ഇതിനകത്താണെങ്കിൽ കാൽസ്യം, മഗ്നീഷ്യം, പിന്നെ വൈറ്റമിൻ B6 ഒരുപാട് മൂലകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കമ്പോസ്റ്റിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കമ്പോസ്റ്റ് ഇതിൻ്റെ 4 പോലും ഗുണമില്ല. അപ്പോൾ നമുക്കിനി ഈ ചക്കയുടെ വേസ്റ്റ് നമുക്ക് ഇടാം. ചക്കയുടെ വേസ്റ്റ് ഇട്ടു. അതൊന്ന് തോരനെടുത്ത മുരിങ്ങയില തണ്ട് ഒക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ഒന്നും വരരുത് മാത്രമേ ഉള്ളൂ. 2 ദിവസത്തെ കളക്ട് ചെയ്ത് വെച്ചിരുന്നാണ്. കണ്ടോ, ചുറ്റും കാണുന്ന എരുക്കാണ്. ഇത് ധാരാളം ബോറോണിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിരിക്കണം. അപ്പോൾ കുറച്ച് എരുക്കിൻ്റെ ഇല ഇടാം, കുറച്ചുകൂടി ഇടാം. എരുക്കിൻ്റെ ഇല മുറ്റത്ത് ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. അപ്പോൾ എരുക്കിൻ്റെ ഇല ഇട്ടു. സീതപ്പഴത്തിൻ്റെ ഇലയാണ്. ഇത് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ എൻ്റെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അത് സീതപ്പഴത്തിന് 1-2 കമ്പ് പ്രൂൺ ചെയ്യേണ്ടി വരും. അങ്ങനെ പ്രൂൺ ചെയ്ത ഇലകളാണിത്. അതൊക്കെ ഒന്ന് ഊരിയിടുക, ഇതേ ഉള്ളൂ. ഇത് ഒരു ചെടിയുടെ ഇലയാണ്. അതൊക്കെ പ്രൂൺ ചെയ്ത് ഈ ഇലയൊന്നും നമുക്ക് കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കമ്പോസ്റ്റ് ഇതൊന്നും നമുക്ക് എന്നത്തിടാം. ഈ കമ്പുണ്ട്, കമ്പ് ഇപ്പം അങ്ങ് ഊരിക്കളയാം. 2 ദിവസം കണ്ടിച്ച് വെച്ചേക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ പാഴ്വസ്തുவோടെ കളയുന്നതാണ്. ഇതിനകത്ത് എന്തും വേണ്ടി ഗുണമുള്ള കമ്പോസ്റ്റ് നമുക്ക് കിട്ടുമെന്ന് അറിയാമോ? പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ ഇത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമുക്ക് കേടായ തൈര് കലക്കി മോരാക്കണം. അത് ഇരട്ടി വെള്ളം ചേർത്ത് ഇതിനകത്ത് ഒഴിക്കാം. പിന്നെ അരി കഴുകുന്ന കഞ്ഞിവെള്ളം, അരി കഴുകുന്ന കാടി, ഉണക്കന്നെ പുളിച്ച കഞ്ഞിവെള്ളം, ഇതൊക്കെ എന്നും ഒഴിക്കണമില്ല, വല്ലപ്പോഴും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിങ്ങനെ ഇത് പൊടിഞ്ഞ നല്ല കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കേടാവുന്ന തൈരൊക്കെ എടുത്ത് കളയേണ്ട കാര്യമാണ്. ഈ രീതി നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി തൈരെല്ലാം കൂടെ ഒഴിക്കണോ അല്ലെങ്കിൽ മോരെല്ലാം കൂടെ ഒഴിക്കണോ നിങ്ങൾക്ക് സംശയം. അതെല്ലാം കൂടെ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഒഴിച്ചാൽ മതിയല്ലോ എന്ന് നിങ്ങൾക്ക് സംശയം. പിന്നെ കുറച്ചാൾ വെക്കാൻ വേണ്ടി ഇതിനകത്ത് കുറച്ച് ശർക്കര ഇട്ട് വെക്കാം. അപ്പോൾ കുറേ നാളത്തേക്ക് ഈ മോര് കേടാൻ മോര് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമുക്കിതിനകത്ത് ഒഴിക്കാൻ കേടായ മോരിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ചെടികളിൽ ഇരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്നത് നല്ലൊരു വളമാണ്. അപ്പോൾ നമുക്കിത് ഇതിലെ കുറച്ച് കേടായ മോര് ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇപ്പം മഴയല്ലേ, അതുകൊണ്ട് നമുക്ക് നനയാതൊന്ന് കെട്ടിവെക്കണം. മഴവെള്ളം വീണ് അതിൻ്റെ ഗുണമേന്മയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്കിതിന് നനയാതെ വെക്കണം. ഇത് ഇവിടെ കിടന്ന ഒരു കേടായ ഫ്ലക്സാണ്. അപ്പോൾ അതാകുമ്പോൾ വെള്ളം വീഴത്തില്ല. നമുക്കിങ്ങനെ അടച്ചു വെക്കാം. ഇതിന് മണ്ടയ്ക്കൊരു വെയിറ്റ് വെച്ച് കൊടുത്താൽ അത് പറന്ന് പോകാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ ദിവസത്തെ കമ്പോസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഇടാം. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും നിറഞ്ഞൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. മറ്റന്നാളാകുമ്പോഴത്തേക്ക് താണു പോവും. അടുത്തൊരു വിഷയമേ അടുത്ത ദിവസം കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.